എസൻഷ്യൽ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന ഈ മലയാളം പാഠ്യപദ്ധതിയിലെ 8ാമത്തെ യൂണിറ്റാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 7 യൂണിറ്റുകളായി നമ്മൾ പഠിച്ചത് ആം, ഈസ്, ആർ എന്നുള്ളതിൻ്റെ ഉപയോഗക്രമം, അതിൻ്റെ പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് ക്വസ്റ്റ്യൻ രൂപങ്ങൾ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആൻഡ് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് എന്നിവയാണ്. ഇനി 8ാമത്തെ അധ്യായത്തിൽ ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ കൂട്ടമായി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഓരോ ടെൻസുകൾ മാത്രമായിട്ടല്ല, പല ടെൻസുകളും ഒപ്പം യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ടെൻസുകൾ യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥവ്യത്യാസം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണിത്. നമുക്ക് നോക്കാം ഓരോന്നിൻ്റെയും അർത്ഥം. ഒന്ന് യൂണിറ്റ് 8, ഐ ആം ഡൂയിങ് ആൻഡ് ഐ ഡു. ഇവ തമ്മിലുള്ള വ്യത്യാസം, ഐ ആം ഡൂയിങ് എന്ന് പറയുന്നതിൻ്റെയും ഐ ഡു എന്ന് പറയുന്നതിൻ്റെയും വ്യത്യാസം എന്താണ് എന്നാണ് പറയുന്നത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആൻഡ് പ്രസൻറ്റ് സിമ്പിൾ, ഇതാണ് ഇതിൻ്റെ ടെൻസ് വരുന്നത്. ഉദാഹരണം, ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ഗിറ്റാറുണ്ട്, അദ്ദേഹം TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഉദാഹരണം ആയി കൊടുത്തിരിക്കുന്നത് ജിം ഈസ് വാച്ചിങ് ടെലിവിഷൻ. ജിം ടെലിവിഷൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് നോട്ട് പ്ലേയിങ് ദ ഗിറ്റാർ. അദ്ദേഹം ഗിറ്റാർ കളിച്ചുകൊണ്ടിരിക്കുകയല്ല. ബട്ട് ജിം ഹാസ് എ ഗിറ്റാർ. പക്ഷേ ജിമ്മിന് ഒരു ഗിറ്റാറുണ്ട്. ഹി ഓഫൺ പ്ലേസ്, അവൻ മിക്കപ്പോഴും അത് വായിക്കാറുണ്ട്. ആൻഡ് ഹി പ്ലേസ് വെരി വെൽ, അവൻ നന്നായി വായിക്കാറുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇവിടെ രണ്ട് ടെൻസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന്, സ്ഥിരമായ പ്രവൃത്തിയെ കുറിക്കാൻ വേണ്ടിയിട്ട് പ്രസൻറ്റ് ടെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. താൽക്കാലികമായ പ്രവൃത്തിയെ കുറിക്കാൻ വേണ്ടിയിട്ട്, അതായത് അറ്റ് ദ മൊമെൻറ്റ്, പറയുന്ന നിമിഷത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ കുറിക്കാൻ വേണ്ടിയിട്ട് ഈസ് പ്ലസ് ING ആണ് ഉപയോഗിക്കുന്നത്. ജിം പ്ലേസ് ദ ഗിറ്റാർ എന്ന് പറയുമ്പോൾ ജിം ഗിറ്റാർ വായിക്കാറുണ്ട് എന്നർത്ഥം. ബട്ട് ഹീ ഈസ് നോട്ട് പ്ലേയിങ് ദ ഗിറ്റാർ നൗ. പക്ഷേ ഇപ്പോൾ അവൻ ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുകയല്ല എന്നർത്ഥം. ഈസ് ഹി പ്ലേയിങ് ദ ഗിറ്റാർ, അദ്ദേഹം ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുകയാണോ? നോ, ഹീ ഈസ് ഇൻ, അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഡസ് ഹി പ്ലേ ദ ഗിറ്റാർ, അദ്ദേഹം ഗിറ്റാർ വായിക്കാറുണ്ടോ? യെസ് ഹി ഡസ്, അത് സ്ഥിരമായ ഒരു പ്രവൃത്തിയെ കുറിക്കാൻ വേണ്ടിയിട്ടാണ്. ബി എന്ന സെക്ഷൻ ഇവ രണ്ടിൻ്റെയും വ്യത്യാസം എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നു. പ്രസൻറ്റ് കണ്ടിന്യൂസ്, അതായത് ഐ ആം പ്ലസ് ING നൗ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്, സംസാരിക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. പ്ലീസ് ബി ക്വയറ്റ്, ഐ ആം വർക്കിംഗ്, നോട്ട് ഐ വർക്ക് എന്നല്ല. ഓക്കെ, ഇപ്പോൾ ഒന്ന് ശാന്തരാവും, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് തുടങ്ങിയതും എന്നാൽ അവസാനിച്ചിട്ടില്ലാത്തതുമായ ഒരു പ്രവൃത്തിയെ കുറിക്കാനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ആൻഡ് ടോം ഈസ് ഹാവിങ് എ ഷവർ അറ്റ് ദ മൊമെൻറ്റ്. ടോം ഇപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ടോം ഹാസ് ഷവർ എന്നല്ല, ടോം ഈസ് ഹാവിങ് ഷവർ ആണ്. ഈസ് പ്ലസ് ING ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടേക്ക് എൻ അംബ്രല്ല വിത്ത് യു, ഇറ്റ്സ് റൈനിങ്. ഒരു കുട എടുത്തോളും, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന നിമിഷത്തിൽ തുടങ്ങിയതും എന്നാൽ അവസാനിച്ചിട്ടില്ലാത്തതുമായ ഒരു പ്രവൃത്തിയെ കുറിക്കാനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് എന്നിവിടെ അടിവരയിട്ട് പറയുന്നു. ആൻഡ് യു ക്യാൻ ടേൺ ഓഫ് ദി ടെലിവിഷൻ, ഐ ആം നോട്ട് വാച്ചിങ്. നിങ്ങൾക്ക് ടെലിവിഷൻ ഓഫ് ചെയ്യാം, ഞാനിപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല എന്നർത്ഥം, ഞാനിപ്പോൾ കാണുന്നില്ല എന്നർത്ഥം. വൈ ആർ യു അണ്ടർ ദി ടേബിൾ, നിങ്ങൾ എന്തുകൊണ്ടാണ് ടേബിളിൻ്റെ അടിയിൽ? വാട്ട് ആർ യു ഡൂയിങ്, എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം കഴിഞ്ഞ പാഠങ്ങളിലെ ഉദാഹരണങ്ങൾ തന്നെയാണ്. അപ്പോൾ തുടങ്ങിയതും അവസാനിച്ചിട്ടില്ലാത്തതുമായ ഒരു പ്രവൃത്തിയെ കുറിക്കാനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. അതായത് ആം, ഈസ്, ആർ എന്നുള്ളതിന് ശേഷം ING ഫോം ഉപയോഗിക്കുന്നത്. അത് കൃത്യമായി അതിൻ്റെ യൂസേജുകൾ കഴിഞ്ഞ 7 അധ്യായങ്ങളായി നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഇനി പ്രസൻറ്റ് സിമ്പിൾ, അതായത് ഐ ഡു എന്നുള്ള ഫോം. ഇൻ ജനറൽ, ഓൾ ദ ടൈംസ് ഓർ സം ടൈംസ്, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിന് പാസ്റ്റുമായിട്ട് കണക്ഷൻ ഉണ്ട്, ഫ്യൂച്ചറുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്നർത്ഥം വരുന്നു. ഐ വർക്ക് എവരി ഡേ ഫ്രം 9 o'clock to 5:30. ഞാൻ എല്ലാ ദിവസവും 9 മണി മുതൽ 5:30 വരെ വർക്ക് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നു എന്നർത്ഥം. അത് പറയുന്ന നിമിഷത്തിൽ അത് ചെയ്തു കൊള്ളണമെന്നില്ല, പക്ഷേ അങ്ങനെ സ്ഥിരമായ ഒരു പ്രവൃത്തിയെ കുറിക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. ടോം ഹാസ് എ ഷവർ എവരി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ ടോം കുളിക്കാറുണ്ട് എന്നർത്ഥം, ഷവറിൽ നിന്നുകൊണ്ട് കുളിക്കാറുണ്ട് എന്നർത്ഥം. പക്ഷേ പറയുന്ന നിമിഷത്തിൽ അദ്ദേഹം കുളിക്കുകയാണെങ്കിൽ ടോം ഈസ് ഹാവിങ് ഷവർ എന്നാണ് പറയേണ്ടത്. ഇറ്റ് റെയിൻസ് എ ലോട്ട് ഇൻ വിൻ്റർ. വിൻ്ററിൽ ഒരുപാട് മഴ പെയ്യാറുണ്ട്. പക്ഷേ ഈ പറയുന്ന നിമിഷത്തിലാണ് മഴ പെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് റൈനിങ് അറ്റ് ദ മൊമെൻറ്റ് എന്നാണ് പറയുക. അത് ഈസ് പ്ലസ് ING. അല്ല, പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ റൈൻസ്, മഴ പെയ്യുന്നു അല്ലെങ്കിൽ പെയ്യാറുണ്ട് എന്നർത്ഥം. ഐ ഡോണ്ട് വാച്ച് ടെലിവിഷൻ വെരി ഓഫൻ. ഞാൻ ഇടയ്ക്കിടെ ടെലിവിഷൻ കാണാറില്ല. ആൻഡ് വാട്ട് യു യൂഷ്വലി ഡു അറ്റ് ദ വീക്കെൻഡ്. വീക്കെൻഡിൽ നിങ്ങൾ സാധാരണ എന്താണ് ചെയ്യാറ് എന്നർത്ഥം വരുന്നു. ഓക്കെ, ഇനി ഇവിടെ D എന്നുള്ള ഭാഗത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, വി ഡോണ്ട് യൂസ് ദീസ് വേർബ്സ് ഇൻ ദ പ്രസൻറ്റ് കണ്ടിന്യൂസ്. പ്രസൻറ്റ് കണ്ടിന്യൂസിൽ, അതായത് ആം, ഈസ്, ആറിന് ശേഷം ING ഫോമുകൾ ഉപയോഗിക്കാത്ത കുറച്ച് വെർബുകളെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ലൈക്ക്, ഐ ആം ലൈക്കിംഗ് എന്ന് പറയാറില്ല, ഐ ആം ലവിങ് എന്ന് പറയാറില്ല, ഐ വാണ്ട്, നോ, അണ്ടർസ്റ്റാൻഡ്, റിമെമ്പർ, ഡിപ്പെൻഡ്, പ്രിഫർ, ഹെയ്റ്റ്, നീഡ്, മീൻ, ബിലീവ്, ഫോർഗെറ്റ്. ഇത്തരം കാര്യങ്ങൾക്കൊന്നും ING ഉപയോഗിക്കാറില്ല എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്.
എന്നാൽ ഇതിന് ചില അപവാദങ്ങളായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്രാമറിൽ ചില വ്യത്യാസങ്ങൾ പറയുന്നുണ്ട്. അത് അഡ്വാൻസ്ഡ് ഗ്രാമറിലേക്ക് വരുമ്പോൾ നമുക്ക് പഠിക്കാം. സാധാരണഗതിയിൽ ഇത്തരം വെർബുകൾക്ക് ശേഷം ing ഉപയോഗിക്കുന്നില്ല. ഇനി നോക്കൂ, യൂസ് ദ പ്രസൻറ്റ് സിമ്പിൾ ഓൺലി വിത്ത് ദ വേർബ്സ് ഐ വാണ്ട്, ഡു യു ലൈക്ക്. ഇങ്ങനത്തെ വെർബുകൾ മുന്നേ പ്രസൻറ്റ് സിമ്പിൾ മാത്രമാണ് ഉപയോഗിക്കാറ്. ഐ ആം ടയർഡ്, ഐ വാണ്ട് ടു ഗോ ഹോം. ഞാൻ ക്ഷീണിതനാണ്, എനിക്ക് വീട്ടിൽ പോകണം. നോട്ട് ഐ ആം വാൻറ്റിങ് എന്നവിടെ പറയാറില്ല എന്നർത്ഥം. ഡു യു നോ ദാറ്റ് ഗേൾ, നിനക്ക് ആ ഗേളിനെ അറിയുമോ? യെസ് ബട്ട് ഐ ഡോണ്ട് റിമെമ്പർ ഹർ നെയിം. എനിക്കറിയാം, പക്ഷേ ഞാൻ അവളുടെ പേര് ഓർക്കുന്നില്ല. എക്സ്ക്യൂസ് മീ. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു മീൻ. എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ. ഐ ആം ഡൂയിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ഡു പറഞ്ഞാൽ ഞാൻ ചെയ്യാറുണ്ട് എന്നർത്ഥം. ആം പ്ലസ് ing, അതായത് ആം ഈസ് ആർ പ്ലസ് ing വരുമ്പോൾ തുടങ്ങിയതും എന്നാൽ അവസാനിച്ചിട്ടില്ലാത്തതുമായ ഒരു പ്രവൃത്തിയെ കുറിക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. ഐ ഡു എന്നാണ് പറയുന്നതെങ്കിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ട് പറയുന്നു. സോറി. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടുതൽ പ്രസൻറ്റ് കണ്ടിന്യൂസിനെ കുറിച്ച് നിങ്ങൾക്കറിയാൻ യൂണിറ്റ് 3 മുതൽ 4 വരെ നിങ്ങൾ വായിക്കണം. പ്രസൻറ്റ് സിമ്പിളിനെ കുറിച്ച് മനസ്സിലാക്കാൻ 5 മുതൽ 7 വരെ യൂണിറ്റുകളാണ് നിങ്ങൾ നോക്കേണ്ടത്. പ്രസൻറ്റ് ഫോർ ദ ഫ്യൂച്ചർ, പ്രസൻറ്റ് ഫ്യൂച്ചർ ടെൻസിന് ഫ്യൂച്ചർ ടൈമിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ യൂണിറ്റ് 26 ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട എക്സസൈസുകൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ എക്സസൈസ്, ആൻസർ ദ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ പിക്ചർ. 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് 4 ചോദ്യങ്ങൾ അടിയിൽ കൊടുത്തിരിക്കുന്നു. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഉദാഹരണമായി കൊടുത്തിരിക്കുന്നത് ഡസ് ഹി ടേക്ക് ഫോട്ടോഗ്രാഫ്. അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറാണ്. ഫോട്ടോഗ്രാഫ് ചെയ്യാറുണ്ടോ? യെസ് ഹി ഡസ്, അദ്ദേഹം ചെയ്യാറുണ്ട് എന്നർത്ഥം. വാട്ട് ഈസ് ഹി ഡൂയിങ്, ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഹി ഈസ് ഹാവിങ് ബാത്ത്, ഇപ്പോൾ ഫോട്ടോ എടുക്കുകയല്ല, അദ്ദേഹം ചെയ്യുന്നത് കുളിക്കുക എന്നുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈസ് ഹി ടേക്കിംഗ് ഫോട്ടോഗ്രാഫ്? നോ ഹി ഈസ് ഇൻറ്റ്. അപ്പോൾ ഈസ് ഹി ടേക്കിംഗ്, അവൻ ഫോട്ടോഗ്രാഫ് എടുക്കുകയാണോ എന്നാണ് ചോദ്യം. നോ ഹി ഈസ് ഇൻറ്റ്, അല്ല എന്ന് ഉത്തരം വരുന്നു. കാരണം ഇപ്പോൾ കുളിക്കുകയാണ്. വാട്ട് ഈസ് ഹി ഡൂയിങ്? ഹി ഈസ് ഹാവിങ് ബാത്ത് എന്നുള്ളത്. അതേപോലെ രണ്ടാമത്തെ ചിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, മൂന്നാമത്തെ ചിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, നാലാമത്തെ ചിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ നൽകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ആ ഉത്തരങ്ങൾ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ അധ്യായം മനസ്സിലായി എന്ന് നമുക്ക് അനുമാനിക്കാം. മനസ്സിലായിട്ടില്ലെങ്കിൽ, ഉത്തരങ്ങൾ തെറ്റാണെങ്കിൽ ആൻസർ കീ നോക്കുക. ഉത്തരങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഇത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒന്നുകൂടി പഠിക്കേണ്ടതുണ്ട് എന്നർത്ഥം വരുന്നു. ഇനി രണ്ടാമത്തെ എക്സസൈസ് എന്താണെന്ന് നോക്കാം. പുട്ട് ഇൻ ആം ഈസ് ആർ ഓർ ഡു ഡോൺ, ഡസ് ഇൻ ഓർ ഡു ഡോൺ, ഡസ് ഓർ ഡസ് ഇൻ. ഇത് ആണ് ഇവിടെ ചേർക്കേണ്ടത്. ഈ വിട്ടു പോയ ഭാഗത്ത് 8 ചോദ്യങ്ങളുണ്ട്. എക്സ്ക്യൂസ് മീ, ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഇവിടെ ഡു എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം വേർ ഇസ് ആൻ, ഐ ഡാഷ് നോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ് വരേണ്ടത്? ഡു ആണോ, ആം ആണോ, ഈസ് ആണോ, ആർ ആണോ, ഡോണ്ട് ആണോ, ഏതാണ് വരേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഫില്ല് ചെയ്യുകയാണ് വേണ്ടത്. ഇതുവരെ പഠിച്ച പാഠങ്ങൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് ഫില്ല് ചെയ്യാൻ കഴിയും. അത് ഫില്ല് ചെയ്യുക എന്നത് ആൻസർ കീ ചെക്ക് ചെയ്യുക. ആൻസർ കീ ചെക്ക് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ എത്രത്തോളം ശരിയാണെന്നുള്ളത്. ഫുള്ള് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ അധ്യായം മനസ്സിലായി എന്ന് അനുമാനിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ അധ്യായം, ഇതിന് മുന്നേയുള്ള അധ്യായങ്ങളും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇനി മൂന്നാമത്തേത് നോക്കൂ. Put the verb in the present continuous, I am doing, or the present simple. ഏതാണോ സ്യൂട്ടബിൾ അത് നിങ്ങൾ ഇവിടെ എഴുതണം എന്നുള്ളതാണ്. 14 ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ 14 ചോദ്യങ്ങളിൽ 3 ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ, ഡു യു സ്പീക്ക്? യു സ്പീക്ക് എന്നുള്ളതാണ്. അപ്പോൾ അതിന് കറക്റ്റ് ഡു യു സ്പീക്ക് എന്നാണ് വരിക. ഓക്കെ, ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് എന്നുള്ളത്. ആൻഡ് വെരി സ്റ്റോപ്പ്, ഹി ഈസ് ഹാവിങ് ബാത്ത്. ഹി ഹാവ് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഹി ഈസ് ഹാവിങ് ഷവർ, അതാണ് അതിൻ്റെ കറക്റ്റ് ഉത്തരം. ഇവിടെ ഐ നോട്ട് വാച്ച് ടെലിവിഷൻ വെരി ഓഫൺ, അപ്പോൾ ഐ ഡോണ്ട് വാച്ച് ടെലിവിഷൻ വെരി ഓഫൺ എന്നാണ് വരേണ്ടത്. ഇനി 4-ാമത്തേതും 5-ാമത്തേതും ഇതുപോലെ ഫില്ല് ചെയ്യുക. എന്നിട്ട് ആൻസർ കീ ചെക്ക് ചെയ്യുക. ആൻസർ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ അധ്യായം പഠിച്ചിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഐ ആം ഡൂയിങ് ആൻഡ് ഐ ഡു എന്നതാണ്. അതായത് പ്രസന്റ് കണ്ടിന്യൂസ് ആൻഡ് സിമ്പിൾ പ്രസന്റ്. പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് തുടങ്ങിയതും എന്നാൽ അവസാനിച്ചിട്ടില്ലാത്തതുമായ താൽക്കാലികമായ പ്രവൃത്തികളെ കുറിക്കാനും ഐ ഡു എന്നുള്ളത് സ്ഥിരമായ പ്രവൃത്തികളെ കുറിക്കാനുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 8-ാമത്തെ അധ്യായം നമ്മളിവിടെ അവസാനിക്കുകയാണ്. ഇനി 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ വീണ്ടും ഒന്നുകൂടി ഇത് മനസ്സിലായിട്ടെങ്കിൽ വായിച്ചു നോക്കണം. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഇനി അടുത്ത അധ്യായത്തിലേക്ക്, അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.